ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കക്കുരു കൊണ്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്കക്കുരു വെച്ചിട്ട് നമുക്ക് ഒരുപാട് റെസിപ്പീസ് ചെയ്യാം. ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ ചക്ക കൊണ്ടും ചക്കക്കുരു കൊണ്ടൊക്കെ ഉള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു മീഡിയം ടൈപ്പ് ചക്കക്കുരുവാണ്. ഒരു 15 എണ്ണോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പുറത്ത് ആ വൈറ്റ് സ്കിന്ന് മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യുന്നുള്ളൂ. ആ പുറത്തെ തൊലി മാത്രം റിമൂവ് ചെയ്തിട്ട് ഒരു ചക്കക്കുരുവിനെ ഒരു 4ആയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് ഇതാ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഈ ഉള്ളിലെ സ്കിന്ന് റിമൂവ് ചെയ്യരുത് കേട്ടോ. ക്യാൻസറിനെ പ്രതിരോധിക്കാനൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതുകൊണ്ട് വൈറ്റ് മാത്രം റിമൂവ് ചെയ്യുക. എന്നിട്ട് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. 2 പച്ചമുളക് ഇട്ടു. കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് കേട്ടോ. ഒരു 7-8 ചെറിയുള്ളി ഇതുപോലെ അരിഞ്ഞത്. നല്ല ചെറുതാണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ എടുക്കാം. അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് വലുതാണെങ്കിൽ മാത്രം 2-3 കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഞാനൊരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട്. വിസിൽ വരട്ടെ. അപ്പോൾ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് അതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അങ്ങ് കുഴഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. വേവണം എന്നാൽ അങ്ങ് കുഴയുന്ന പരുവാവുകയും ചെയ്യരുത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുക്കുന്നുണ്ട്. ഓണാക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു മീഡിയം ടൈപ്പ് ഒരു മാങ്ങ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ മാങ്ങയുടെ പുളിക്കനുസരിച്ച് ചേർക്കുക. പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ ഒരെണ്ണമൊക്കെ ചേർക്കാം. നല്ല പുളിയാണെങ്കിൽ അരമുറിയോ, അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഓവർ പുളിയാവരുത്. അപ്പോൾ അതൊന്നായി വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഒരു 1-1.25 പിടിയോളം തേങ്ങ, ഒരുപാടങ്ങ് തേങ്ങ വേണ്ട. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3-4 വെളുത്തുള്ളി, 2-3 ചെറിയുള്ളി. ഇത് ഇത്രയും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോഴത്തേനും നമ്മുടെ മാങ്ങ വെന്ത് വരട്ടെ. മാങ്ങ കുക്കറിൽ ചേർത്ത് നമ്മൾ ചക്കക്കുരുവിൻ്റെ കൂടെ അടിച്ച് കഴിഞ്ഞാൽ അങ്ങ് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചക്കക്കുരു മാങ്ങയുടെയൊക്കെ സീസണാണല്ലോ, അപ്പോൾ എല്ലാ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ദിവസത്തേക്ക് പുറത്തുനിന്ന് പച്ചക്കറികളൊന്നും വാങ്ങാതെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. സിമ്പിളാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുക്കറിൽ നിന്ന് ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തു. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരയ്ക്കണം കേട്ടോ. നല്ല പോലെ അരച്ചെടുക്കണം. അപ്പോൾ എന്താ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. വേണമെങ്കിൽ ഒരു പൊട്ട് മുളക് പൊടി ചേർക്കാം. പക്ഷേ എനിക്ക് മുളക് പൊടിയുടെ ടേസ്റ്റും ആ ഒരു കളറും അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പച്ചമുളകിൻ്റെ അളവാണ് കൂട്ടുന്നത് കേട്ടോ. മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റും മാറും, അതുപോലെ തന്നെ കളറും ചേഞ്ച് ആവും. അപ്പോൾ അത് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ചേർക്കാത്തത്. നമ്മൾ ഒതൻറ്റിക്കായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോൾ മുളക് പൊടി ചേർക്കില്ല കേട്ടോ. പച്ചമുളക് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ലൂസ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് വെള്ളം പോലെ ആവരുത്, ഒരുപാട് തിക്കാക്കി എടുക്കരുത്. കാരണം ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഒന്നുകൂടി കുറുകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവർ തിക്കാക്കരുത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഒരുപാടിട്ടങ്ങ് വെട്ടി തിളപ്പിക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ചൂടാവണം. ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് ഇടയ്ക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു 4-5 ചക്കക്കുരു ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് ചെറിയൊരു കുറുകലും കിട്ടും. അതുപോലെ തന്നെ ആ ചക്കക്കുരുവിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നന്നായിട്ട് ആ കറിയിലേക്ക് ഇറങ്ങും. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ഇതാ കുറുകി വരുന്നുണ്ട്. ഒരുപാടങ്ങ് കുറുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തിളയ്ക്കേണ്ട, അത് ഒരുപാടിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങ് പിരിയുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കുക. ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം. ചക്ക കൊണ്ടും ചക്കക്കുരു കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചക്കക്കുരു കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ്, ഒരു 10-15ഓളം റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചക്ക റെസിപ്പീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കണേ കേട്ടോ. എന്നിട്ട് ട്രൈ ചെയ്യുക. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാതിരിക്കരുത് കേട്ടോ. 3-4 വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണാതിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത് മതിയാവും. നല്ല പോലെ ഒന്ന് ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ട് ഇത്തിരി നേരം ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ, തിളച്ച് കഴിയുമ്പോൾ. എന്നിട്ട് ആ ഒരു തേങ്ങയുടെ അരപ്പിൻ്റെ റോ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഒരു പാൻ വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു.
വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു 4-5 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ചെറിയ ഉള്ളി ചേർക്കാൻ ഇഷ്ടമുണ്ടോ അത്രത്തോളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 4-5 ചേർത്തിട്ടുള്ളൂ. കനം കുറച്ച് വട്ടത്തിലരിയാം. ഇനി ഇത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കരുത്, കരിഞ്ഞു പോവും. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. അത്യാവശ്യം മൂത്ത് വരുന്ന സമയത്ത് ഒരു 2 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇട്ട് കൊടുത്താൽ വറ്റൽമുളക് ഒരുപാട് അങ്ങ് മൂത്ത് പോകും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്തിട്ട് ഒരു 1/4 ടീസ്പൂണിൽ താഴെ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക സ്വാദുമാണ്, കാണാനും നല്ലൊരു കളറും ഉണ്ടാവും. ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മുളക് പൊടി ചേർത്ത് അരയ്ക്കുന്നാലും നല്ലത് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുക. ഒരു ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി, അളവ് ഒരുപാട് കൂടരുത് കേട്ടോ. ഒരു 1/4 ടീസ്പൂണിൽ താഴെ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോവും, ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും. എന്നിട്ട് അത് താളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ആ എണ്ണയിൽ തന്നെ, ആ ചൂടെണ്ണയിൽ തന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അപ്പം തന്നെ കറിയിലേക്ക് താളിച്ച് കൊടുക്കുക. ഒരുപാട് നേരം വെച്ചേക്കരുത് കേട്ടോ, കരിയുന്ന ആ ഒരു ടേസ്റ്റ് കാണും. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടോ, സിമ്പിളാണ്, നല്ല കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറി മതി ചോറിനാൻ, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. 1-2 ചക്കക്കുരു ഒന്നും ഉടച്ചു കൊടുക്കാൻ മറക്കരുത്. ഇതായിരിക്കണം എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ തിക്കാക്കി വെക്കരുത് കേട്ടോ. കാരണം ഇരിക്കുമ്പോൾ അതൊന്നുകൂടി ഒന്ന് തിക്കാവും. ചക്കക്കുരുവൊക്കെ നമ്മൾ ഉടച്ച് ചേർക്കും, ചക്കക്കുരുവൊക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിൽ വെക്കുന്നതാണ് കറക്റ്റ്. അപ്പോൾ ഇരിക്കുമ്പോൾ ഒരു ഇത്തിരി കൂടി ഒന്ന് തിക്കാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഓവറായിട്ട് അങ്ങ് തിക്കാക്കിപ്പോവും. ഒരുപാട് വെള്ളം പോലെ ആയിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ ചക്കക്കുരു മാങ്ങാക്കറി ഇതിലിവിടെ തയ്യാറായിട്ടുണ്ട്. ഈ മാങ്ങാക്കറിയുടെ ചക്കക്കുരു മാങ്ങയും കൂടി ഇടുന്നതിൻ്റെ കൂടെ മുരിങ്ങയ്ക്കയും കൂടെ ഇട്ടും ചെയ്യാറുണ്ട് കേട്ടോ. അത് ഓൾറെഡി നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കണ്ട് നോക്കുക. അതും നല്ല ടേസ്റ്റാണ്. ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടി ഇട്ടിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക, എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല. അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്തതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും പറയുന്നത്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 3-4 വീഡിയോസൊക്കെ കാണാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ പുതിയൊരു വ്യത്യസ്തമായ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.